അതേ സിറ്റുവേഷനാണ് ഇന്ന് സൗദിയിൽ നേരത്തെ ഉണ്ടായിരുന്ന പല ബിസിനസ്സുകാർക്കും. അവർക്ക് ഇപ്പം ബിസിനസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊരു ഡിജിറ്റലി അപ്ഡേറ്റ് ചെയ്ത് അവർക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ മറ്റൊരു മാർഗം അല്ല, അതൊക്കെ കുട്ടികൾക്കുള്ള സാധനമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ആൾക്കാരെ നാളെ പണിയില്ലാതെ റോഡിലിരിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. എത്ര വലിയ കമ്പനി ആയാലും ഇന്ന് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമർ, നമ്മൾ ഓൾറെഡി നല്ല കസ്റ്റമർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഞങ്ങൾ ഒരിക്കലും താഴോട്ട് പോകില്ല. അങ്ങനെയാണെങ്കിൽ കൊഡാക്ക് നോക്കിയൊക്കെ താഴോട്ട് പോകായിരുന്നു. കൊഡാക്ക് US മാർക്കറ്റിലെ 90% മാർക്കറ്റ് ഷെയർ ഓൺ ചെയ്ത ആൾക്കാരായിരുന്നു. വേൾഡ് വൈഡ് ആൻഡ് ഓൾമോസ്റ്റ് നല്ലൊരു ഷെയർ അവരുടെ കയ്യിലായിരുന്നു. അവർ പൂട്ടിപ്പോയില്ലേ, ഫീൽഡ് ഔട്ട് ആയില്ലേ. അപ്പം നമ്മളെ കാര്യം പിന്നെ എവിടെ കിടക്കുന്നത്? നമ്മളെ കാര്യം ഒന്നുമില്ലല്ലോ. അപ്പം നമ്മൾ കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവാത്ത ആളുകൾ ഏത് നാട്ടിലാണെങ്കിലും, ഇപ്പം നമ്മളെ കേരളത്തിലൊക്കെ കാണുന്ന ഒരു വലിയ പ്രത്യേകത പറഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാർ, ഇപ്പം ഞാൻ വരുമ്പോഴും പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, വളരെ ചെറിയൊരു സ്ഥാപനമാണെങ്കിലും പുതിയ തലമുറ അത് ഏറ്റെടുക്കുന്നതോടുകൂടി അവർ ബോർഡിൻ്റെ സ്റ്റൈല് മാറ്റി, ഉള്ളിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഒന്ന് മാറ്റി ഒരു വൈബ് ഉണ്ടാക്കുക എന്ന സാധനമല്ലേ. ഈ രീതിയിൽ ഉള്ളൊരു മാറ്റം നമ്മളെ ആളുകൾ ചെയ്യുന്ന പല ബിസിനസ്സിലും സൗദിയിൽ എത്തുന്നില്ല. അതെത്തിയേ പറ്റൂ. അതിനവർ തയ്യാറാവാത്തടത്തോളം കാലം അവർ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. പിന്നെ അവർ രാജ്യത്തെ കുറ്റം പറഞ്ഞിട്ടോ അവർ എംപ്ലോയീസിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറുക, പുതിയ തലമുറക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ സെർവ് ചെയ്യാൻ നോക്കുക.